കമലേഷ്, ഈ ആംബുലൻസ് ഒക്കെ പ്രദേശത്തേക്ക് ഈ കല്ലറയുടെ അടുത്തേക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കല്ലറയിൽ എന്തെങ്കിലും കിട്ടിയതായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ടോ? മൃതദേഹം ഇപ്പോൾ ഇത്രയും ദിവസം പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഒരു മോശം ഗന്ധം വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ? മനു, വളരെ നിർണായകമായ ഒരു വിവരം തന്നെയാണ് ഈ നിമിഷം പുറത്തുവിടാനുള്ളത്. ഈ മൃതദേഹം കല്ലറയ്ക്കകത്ത് ഉണ്ട് എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു. മൃതദേഹം കല്ലറയ്ക്കകത്തുണ്ട് എന്ന സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കമലേഷ്, ഒറ്റ മിനിറ്റ്. മൃതദേഹം കല്ലറയ്ക്കകത്തുണ്ട് എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇതാ ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. മൃതദേഹം കല്ലറയ്ക്കകത്തുണ്ട്. ഈ ഗോപന്റെ മൃതദേഹം, മണിയന്റെ മൃതദേഹം കല്ലറയ്ക്കകത്തുണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിരിക്കുന്നു. ഇനി വളരെ വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നത് അസ്വാഭാവിക മരണമാണോ എന്നതാണ് ഉറപ്പുവരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കല്ലറയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. നെയ്യാറ്റിൻകരയിൽ വിവാദ കല്ലറയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹം അതിനുള്ളിലുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ നിമിഷം നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഇനി ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് വളരെ വേഗത്തിൽ കടക്കും. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകും. അതിന്റെ കാരണം അറിയുന്നതിന് വേണ്ടിയിട്ട് അത് ഈ അസ്വാഭാവിക മരണമാണ് എന്ന് കണ്ടെത്തിയാൽ തുടർ നിയമ നടപടികളിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഈ സമാധിയെന്ന് വാദിച്ചവരൊക്കെ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമലേഷ്, തുടരാം. മനു, തീർച്ചയായും ആ നിലയിൽ നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം ഈ കല്ലറയിൽ മൃതദേഹമുണ്ട് എന്നുള്ള നിലയിലാണ്. ഇരിക്കുന്ന നിലയിലാണ് ഈ മൃതദേഹം ഉള്ളത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കല്ലറ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്പസമയം മുൻപ് ഈ ആംബുലൻസ് ഈ കല്ലറയ്ക്കടുത്തേക്ക് നീങ്ങിയത്. ആംബുലൻസ് ഏറ്റവും മുകളിൽ ഒരു 300 മീറ്റർ ദൂരത്ത് റോഡിലാണ് ആംബുലൻസ് കിടന്നിരുന്നത്. ഇതിനകത്തൊരു സ്ഥിരീകരണം വന്നതിന് ശേഷമാണ് ആംബുലൻസ് വിളിച്ചു വരുത്തിയത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരും. ഏതായാലും കല്ലറയ്ക്കകത്ത് മൃതദേഹമുണ്ട് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇരിക്കുന്ന നിലയിലാണല്ലേ കണ്ടെത്തിയിരിക്കുന്നത്? ഇരിക്കുന്ന നിലയിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇരിക്കുമ്പോൾ തീർച്ചയായും ഇരിക്കുന്ന നിലയിൽ തന്നെയാണ് ഈ മൃതദേഹം ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ അങ്ങനെയെങ്കിൽ ഈ മകൻ പറഞ്ഞത് പ്രകാരം ഈ ചമ്രം പടിഞ്ഞിരുന്ന് ഈ സമാധി പീഠത്തിലെ പടികളിൽ ചെന്നിരുന്നു പിതാവ്. അതിനുശേഷം പൂജകളൊക്കെ പൂർത്തിയാക്കി ഈ സമാധി പീഠം മൂടി സ്ലാബ് ഇട്ടു എന്നാണ് നേരത്തെ ഒരു മകൻ പറഞ്ഞത്. ആ നിലയിലാണ് മൊഴിയെങ്കിൽ ഇപ്പോൾ വരുന്ന വിവരങ്ങളും അതിനോട് മാച്ചാകുന്ന വിവരങ്ങൾ തന്നെയാണ്. സമാധിയിൽ കല്ലറയ്ക്കകത്ത് ഇദ്ദേഹം ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത്രയും ദിവസത്തെ ഒരാഴ്ചത്തോളം പഴക്കമുള്ള മൃതദേഹമായതിനാൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ കൂടുതൽ നീട്ടാൻ സാധ്യതയില്ല. സാധാരണഗതിയിൽ 3/4 മണിക്കൂർ 1 മണിക്കൂറോളം എടുത്താണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക. ഇത്തരത്തിൽ ഈ മൃതദേഹം ഈ നിലയിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻക്വസ്റ്റിന്റെ മറ്റ് കൂടുതൽ കാര്യങ്ങൾ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കാവും ഉദ്യോഗസ്ഥർ പോവുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കല്ലറ തുറന്നിരിക്കുന്നു. മൃതദേഹം അതിനകത്തുണ്ട് എന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇരിക്കുന്ന നിലയിലാണ് ഗോപന്റെ മൃതദേഹം